Welcome to Plus 2 Exam Package Part 38. Questions from Electrostatics. 169. Electric field in a large region of the Earth's atmosphere is directed vertically down. Electric field in a large region of the Earth's atmosphere is directed vertically down. At an altitude of 300 meter, the field is 60 volt per meter, 60. And at an altitude of 200 meter, it is 100 volt per meter. Find the net amount of charge contained in a cube 100 meter on edge located between 200 meter and 300 meter altitude. അതായത് എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, അത് വെർട്ടിക്കലി ഡൗൺ ആണ്. 300 മീറ്റർ ആൾട്ടിറ്റ്യൂഡിൽ 60 വോൾട്ട് പെർ മീറ്ററാണ് ഫീൽഡ് ഇൻറ്റൻസിറ്റി. 200 മീറ്റർ ആൾട്ടിറ്റ്യൂഡിൽ 100 വോൾട്ട് പെർ മീറ്ററാണ് ഇൻറ്റൻസിറ്റി. എങ്കിൽ 100 മീറ്റർ എഡ്ജുള്ള ഒരു ക്യൂബ് എടുത്താൽ ആ ക്യൂബിനുള്ളിൽ ഈ അറ്റ്മോസ്ഫിയറിൽ എത്ര ചാർജ് ഉണ്ട്? ഇതാണ് ചോദ്യം. അപ്പോൾ ഞാൻ എൻ്റെ ഒരു സ്കെച്ച് വരച്ചിരിക്കുക. ഇത് 300 മീറ്റർ ആൾട്ടിറ്റ്യൂഡ്, ഇത് 200 മീറ്റർ ആൾട്ടിറ്റ്യൂഡ്. അപ്പോൾ ഇത് തമ്മിൽ ഡിഫറൻസ് 100 മീറ്റർ. ഈ 100 മീറ്റർ എഡ്ജുള്ള ഒരു ക്യൂബ് ഇമാജിൻ ചെയ്യുക, ക്യൂബിക്കൽ സർഫസ്. ഈ വെർട്ടിക്കലി ഡൗണാണ്. ഇവിടുത്തെ ഈ 60 വോൾട്ട് പെർ മീറ്റർ, ഇവിടുത്തെ ഈ ഫേസിൽ ഈ 100 വോൾട്ട് പെർ മീറ്റർ. എങ്കിൽ ഇവിടുത്തെ ഔട്ട് ഗോയിങ് ഫ്ലക്സ്, ഇവിടെ ഈ ക്യൂബിക്കൽ ബോക്സ് എടുത്തു കഴിഞ്ഞാൽ ഇത് ഇവിടെ ഇൻകമിങ് ഫ്ലക്സും ഇവിടെ ക്യൂബിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഫ്ലക്സുമാണ്. അപ്പോൾ ആദ്യം ഔട്ട് ഗോയിങ് ഫ്ലക്സ്, ഇലക്ട്രിക് ഫ്ലക്സ് ഫീൽഡ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഫ്ലക്സ് കാണുന്ന എങ്ങനെ? ഇൻറ്റൻസിറ്റി ഇൻറ്റു ഏരിയ. ഇവിടുത്തെ ഇൻറ്റൻസിറ്റി E2 ഇൻറ്റു ഈ ഫേസ്, ഈ ലോവർ ഫേസിൻ്റെ ഏരിയ. E2 ഈസ് 100 വോൾട്ട് പെർ മീറ്റർ ഇൻറ്റു ഏരിയ. 100 മീറ്റർ എഡ്ജുള്ള ഒരു സ്ക്വയർ ആണല്ലോ ഇവിടുത്തെ ഒരു ഫേസ്. അപ്പോൾ ഏരിയ ഈസ് 100 സ്ക്വയർ. This is 100 into 10 raised to 4 voltmeter. That is a unit of flux. ഇനി ഇവിടുത്തെ ഇൻകമിങ് ഫ്ലക്സ്, ക്യൂബിനുള്ളിലേക്ക് കയറുന്ന ഫ്ലക്സ് ഇവിടെ E1 ഇൻറ്റു ഏരിയ. ഇൻകമിങ് ഫ്ലക്സ് ഈസ് E1 ഇൻറ്റു ഏരിയ. ദറ്റ് ഈസ് 60. അവിടുത്തെ ഈ 60 ഇൻറ്റു ഏരിയ ഈസ് 100 സ്ക്വയർ. സോ ദറ്റ് ഈസ് 60 ഇൻറ്റു 10 raised to 4. Therefore, net outgoing flux, കയറുന്നത് ഇറങ്ങുന്നതും തുല്യമാണ്. നെറ്റ് ഫ്ലക്സ് 0 ഇവിടെ തുല്യമല്ല. അപ്പം നെറ്റ് ഔട്ട് ഗോയിങ് ഫ്ലക്സ് psi ഈക്വൽസ് 100 ഇൻറ്റു 10 raised to 4 മൈനസ് 60 ഇൻറ്റു 10 raised to 4. ദറ്റ് ഈസ് 40 ഇൻറ്റു 10 raised to 4. ഇനി നമുക്കറിയാം ഗോസ് ലോ അനുസരിച്ച് നെറ്റ് ഫ്ലക്സ് is equal to 1/epsilon 0 into charge inside. So that Q equals epsilon 0 into psi equals epsilon 0 is 8.85 into 10 raised to minus 12 into flux is 40 into 10 raised to 4. Answer is 3.54 into 10 raised to minus 6 coulomb. ഇത് പോസിറ്റീവാണ്, നെറ്റ് ഔട്ട് ഗോയിങ് ഫ്ലക്സ്. അപ്പോൾ ഈ ചാർജ് പോസിറ്റീവാണെന്നർത്ഥം. ചാർജ് ഈസ് പോസിറ്റീവ്. അതല്ല നെഗറ്റീവ് കിട്ടിയാൽ ഇറങ്ങിപ്പോകുന്നതിനേക്കാൾ കൂടുതലാണ് ചെന്ന് കയറുന്നതെങ്കിൽ ഇത് മൈനസ് ചെയ്യുന്നുണ്ടെങ്കിൽ മൈനസ് വരും ഇവിടെ. ആ മൈനസ് ചാർജിൻ്റെ ആൻസറൊക്കെ കയറി വരും. ഇപ്പോൾ അപ്പോൾ ആൻസർ എഴുതുമ്പോൾ പ്ലസ് 3.54 ഇൻറ്റു 10 raised to minus 6 coulomb or 3.54 micro coulomb. That is the answer.
അപ്പോൾ ആദ്യം ഔട്ട്ഗോയിങ് ഫ്ലക്സ്, then incoming flux E1 into A, therefore net outgoing flux കുറയ്ക്കണം. ഗോസിലെ അനുസരിച്ച് നെറ്റ് ഫ്ലക്സ് ഈസ് ഈക്വൽ ടു 1/0 ഇൻറ്റു ചാർജ് ഇൻസൈഡ്. അവിടെ നിന്ന് ചാർജ് കാണാം. ദാറ്റ് ഈസ് ദി ആൻസർ. ഓക്കെ. Question number 170. What is the charge density on the surface of a conducting sphere of a radius 0.15 meter whose potential is 200 volts? What is the charge density on the surface of a conducting sphere of radius 0.15 meter whose potential is 200 volts? അങ്ങനെ ഒരു സ്ഫിയറിൻ്റെ, കണ്ടക്റ്റിംഗ് സ്ഫിയറിൻ്റെ സർഫസിലെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ V = 1/4πε0 ഇൻറ്റു Q/റേഡിയസ്, Q/R. ഓക്കെ. അത് നമുക്കൊന്ന്, ദാറ്റ് ഈസ് V = R കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്ത ആ ഫോർമുലയെ. അപ്പോൾ നമുക്കിങ്ങനെ കിട്ടും R/ε0 ഇൻറ്റു Q/4πr² എന്ന് വരും. ആ പൊട്ടൻഷ്യൽ ഫോർമുലയിൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററിലും ഒരു R കൊടുക്കുക. 4πr² എന്ന് പറഞ്ഞാൽ സ്ഫിയറിൻ്റെ സർഫസ് ഏരിയ. ചുരുക്കത്തിൽ ഇത് Q/A, Q/A ചാർജ് ബൈ ഏരിയ എന്നല്ലോ. സിഗ്മ സർഫസ് ഡെൻസിറ്റി സിഗ്മ. ചുരുക്കത്തിൽ V = R/ε0 ഇൻറ്റു sigma, from which charge density sigma equals ε0V/R. ε0 is 8.85 into 10⁻⁻12 into V is 200 volts by radius of the sphere is 0.15. Answer is 1.18 into 10⁻⁸ coulomb per meter square. (171). In the rectangle shown has sides 15 centimeter, 15 centimeter and 5 centimeter. Q1 equals -5 microcoulomb and Q2 equals +2 microcoulomb. What are the potentials at the corners A and B? How much work is required in moving a third charge Q3 equals +3 microcoulomb from B to A along the diagonal AB? ഇതാണ് ചോദ്യം. ഫിഗർ തന്നിട്ടുണ്ട്. റെക്റ്റാങ്കിൾ 15 സെൻറ്റിമീറ്റർ ലെങ്ത്. അപ്പോൾ അതിനെ മീറ്റർ ആക്കുമ്പോൾ 15 × 10⁻². ബ്രെഡ്ത്ത് ഈസ് 5 സെൻറ്റിമീറ്റർ. അപ്പോൾ 5 × 10⁻². ബിയിൽ ഇവിടെ Q1 തന്നിട്ടുണ്ട് -5 microcoulomb. Q2 ഈസ് +2 microcoulomb. എങ്കിൽ എയിലെയും ബിയിലെയും പൊട്ടൻഷ്യൽ എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ ആദ്യം ബിയിലെ പൊട്ടൻഷ്യൽ കാണാം. ബിയിലെ രണ്ട് പൊട്ടൻഷ്യൽ എടുക്കണം. Q1 കൊണ്ടുള്ള പൊട്ടൻഷ്യലും Q2 കൊണ്ടുള്ള പൊട്ടൻഷ്യലും. പൊട്ടൻഷ്യൽ ഒന്നിൽ കൂടുതൽ ചാർജ് ഉണ്ടെങ്കിൽ പൊട്ടൻഷ്യൽ കാണാനുള്ള ഫോർമുല 1/4πε0 ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് Q1/R1 + Q2/R2 എക്സെട്ര. ഇവിടെ R1 Q1/R1, അപ്പോൾ ഇത് പ്ലസ് Q2/R2 എന്ന് പറയുന്നത് ഇത്. അപ്പോൾ VB പൊട്ടൻഷ്യൽ അറ്റ് B, VB equals 1/4πε0 ഇൻറ്റു Q1/R1 + Q2/R2. 1/4πε0 is 9 × 10⁻⁹ ഇൻറ്റു പൊട്ടൻഷ്യൽ കാണുമ്പം ചാർജിൻ്റെ സൈൻ അതിൻ്റെ കൂടെ കൊടുക്കണം.
Q1 minus 5 microcoulomb അപ്പോൾ minus 5 into 10 raised to minus 6 by R1 is 5 into 10 raised to minus 2 അല്ലേ Q1 by R1 R2 വരുമ്പോൾ 15 വരും Q2 എടുക്കുമ്പോൾ അപ്പോൾ പ്ലസ് Q2 is 2 into 10 raised to minus 6 അത് പ്ലസ് ചാർജാണ് by R2 is 15 into 10 raised to minus 2. Answer is 9 into 10 raised to ഈ 6 ഇഞ്ച് minus 6 ഇഞ്ച് പുറത്തെടുത്ത് കഴിഞ്ഞാൽ 10 raised to 3 എന്ന് വരും പോയിട്ട് ഇത് 200 by 100 ഇത് 100 വരും minus 100 plus 200 by 15. You can calculate it. You will get it as minus 780 into 10 raised to 3 volt എന്ന് വരും ഇതാ ബിയിലെ പൊട്ടൻഷ്യൽ ഇതുപോലെ എയിലെ പൊട്ടൻഷ്യൽ കാണുമ്പോൾ വി എ ഈക്വൽസ് 9 into 10 raised to 9 ഇൻറ്റു എ എടുക്കുമ്പോൾ എ എന്ന് പറയുന്ന പോയിന്റ് എടുക്കുമ്പോൾ Q1 R1 ഇത് Q2 എടുക്കുമ്പോൾ R2 ഇത് ഓക്കെ അപ്പോൾ വി എ ഈക്വൽസ് 9 into 10 raised to 9 into minus 5 into 10 raised to minus 6 by 15 into 10 raised to minus 2 plus 2 into 10 raised to minus 6 by 5 into 10 raised to minus 2. 10 raised to minus 6 common പുറത്തെടുത്തു 10 raised to minus 3 minus 300 plus 200 by 5. Answer is minus 2340 into 10 raised to 3 volt. അപ്പോൾ വി എയും കിട്ടി വി ബിയും കിട്ടി വി എ ആണ് മോർ നെഗറ്റീവ് സോ വി എ ഈസ് ലെസ് ദാൻ വി ബി മൈനസ് 780 ഇൻറ്റു 10 raised to 3 ആണ് വി എ മൈനസ് 2340 into 10 raised to 3 അപ്പോൾ this is more negative. That means potential at A is less than potential at B. So potential difference between B and A, V equals VB minus VA. That is minus 780 into 10 raised to 3 minus. But രണ്ട് മൈനസ് വരുന്നുണ്ട് പ്ലസ് 2340 into 10 raised to 3. Answer is 1560 into 10 raised to 3 volt. എങ്കിൽ എയിൽ നിന്നും ബിയിലേക്ക് ഒരു ചാർജ് Q3 എന്ന് പറയുന്നൊരു ചാർജ് എയിൽ നിന്ന് ബിയിലേക്ക് നീക്കുന്നതിന് ഈ ഡയഗണലിൽ കൂടെ നീക്കുന്നതിന് ചെയ്യേണ്ട വർക്ക് അവിടെ എത്ര വരുന്നതെന്നാണ് ചോദ്യം. ഇലക്ട്രിക് ഫീൽഡിൽ ഏത് പാത്തിൽ കൂടെ നീക്കുന്നതെന്നുള്ള പ്രശ്നമൊന്നുമല്ല. പൊട്ടൻഷ്യൽ ഡിഫറൻസ് കിട്ടിക്കഴിഞ്ഞാൽ വർക്ക് കാണാൻ അറിയാം. Big 3, V equals W by Q. So W equals V into Q. V into potential difference into നീക്കുന്ന ചാർജ് equals potential difference 1560 into 10 raised to 3 into Q3 തന്നിട്ടുണ്ട് 3 മൈക്രോ കുളമ്പ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 3 into 10 raised to minus 6. Answer is 4.68 joule. That is the answer. Okay. Question number 172. What is the number of electric lines of force originating at +1 coulomb of charge? ഇതൊക്കെ നേരത്തെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഒരു കുളമ്പ് പോസിറ്റീവ് ചാർജിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന ലൈൻസ് ഓഫ് ഫോഴ്സ് അതിൻ്റെ എണ്ണം 1/ε0. ദാറ്റ് ഈസ് ദി ആൻസർ. 1/ε0. സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു.